രക്തസമ്മർദ്ദം കൂടാനുള്ള 10 കാരണങ്ങൾ. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷർ. 20 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ ഇത് 22% ആണെങ്കിൽ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ 55% പേർക്ക് രക്താതിസമ്മർദ്ദമുണ്ട്. 60 വയസ്സിന് മുകളിൽ 75% ആളുകൾക്കും ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്. ഏതൊരു വ്യക്തിയുടെയും ജീവിത കാലയളവിൽ രക്താതിസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത 90%. അതായത് 90% ആളുകൾക്കും ഈ രോഗം മരിക്കുന്നതിന് മുമ്പ് ഡയഗ്നോസ് ചെയ്യപ്പെടും എന്ന് ചുരുക്കം. രക്താതിസമ്മർദ്ദം കൂടാൻ ഉള്ള കാരണങ്ങൾ: 1. ഫാമിലി ഹിസ്റ്ററി. നമുക്ക് പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ രക്താതിസമ്മർദ്ദം ഉണ്ടെങ്കിൽ നമുക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. 2. ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 1 സ്പൂൺ അല്ലെങ്കിൽ 5 ഗ്രാം ഉപ്പിന് രക്തസമ്മർദ്ദം കൂട്ടാനുള്ള സാധ്യതയില്ല. എന്നാൽ ഉപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അത് തന്നെ രക്തസമ്മർദ്ദം കൂട്ടാനുള്ളൊരു കാരണമാണ്. മദ്യപാനം തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ കാരണമാണ്. അതുപോലെ തന്നെ കൂർക്കമ്പലി ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കൂർക്കമ്പലി കൂടുതലുള്ളവരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ കൂടുതൽ മരുന്നുകൾ വേണ്ടിവരും. അതുപോലെ തന്നെ കൂർക്കമ്പലി കൊണ്ട് മാത്രം രക്തസമ്മർദ്ദം കൂട്ടാനുള്ളൊരു കാരണമാണ്. അമിതവണ്ണം രക്താതിസമ്മർദ്ദത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 20 വയസ്സിലുള്ളവരെക്കാൾ കൂടുതൽ ആളുകളാണ് 80 വയസ്സിലുള്ളവർക്ക് രക്തസമ്മർദ്ദം. വ്യായാമത്തിൻ്റെ കുറവ് രക്തസമ്മർദ്ദം കൂട്ടാനുള്ളൊരു കാരണമാണ്. ആവശ്യത്തിനുള്ള എക്സസൈസ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. സ്റ്റിറോയിഡ് പോലെയുള്ള ചില മരുന്നുകൾ കഴിച്ചാൽ രക്തസമ്മർദ്ദം കൂടും. ഈ മരുന്നുകൾ ഉപയോഗം നിർത്തി കഴിയുമ്പോൾ തന്നെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കിഡ്നി തകരാറുകളാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാരണം. 80% കിഡ്നി പേഷ്യൻസിനും രക്താതിസമ്മർദ്ദം ഉണ്ട്. ചില ഹോർമോൺ വ്യതിയാനങ്ങൾ, തൈറോയിഡ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ് തുടങ്ങിയ ഓർഗൻസിൻ്റെ പ്രവർത്തനത്തിലുള്ള തകരാറുകൾ രക്തസമ്മർദ്ദം കൂട്ടാനായിട്ട് കാരണമായി തീരും. വളരെ അപൂർവമായിട്ട് രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന തകരാറ്, അതായത് റീനൽ ആർട്ടറി സ്റ്റെനോസിസ് എന്ന് പറയും, കിഡ്നിയിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ വരുന്ന ചുരുക്കം ചിലപ്പോൾ രക്താതിസമ്മർദ്ദത്തിന് കാരണമായി തീരും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കാരണത്തെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രക്തസമ്മർദ്ദത്തെ നമുക്ക് നോർമലാക്കാനായിട്ട് സാധിക്കും. രക്താതിസമ്മർദ്ദത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് മരുന്നുകൾ മാത്രമല്ല. മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ നമുക്കുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. ഈ കാരണങ്ങൾ കൂടി മരുന്നുകളോടൊപ്പം നിയന്ത്രിച്ചാൽ മാത്രമേ BP പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ നിർത്താനായിട്ട് സാധിക്കൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടാതെ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരികെ